2 ബിരിയാണി കഴിക്കണമെന്നുണ്ടെന്ന് വെച്ചോ, രാവിലെ തൊട്ട് വേണമെങ്കിൽ ഒന്നും കഴിക്കില്ല. എന്നിട്ട് ഈ ഉച്ചയാവാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കും. ആ ബിരിയാണി ഇടാൻ മറ്റേ ആ നെയ്യ് ഒഴിച്ച ആ ഒരു സ്മെല്ലും അല്ലാത്ത മറ്റേ ഭയങ്കര നല്ല വെന്ത മറ്റേ ചിക്കനും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ ഉച്ച വരെ ഞാൻ അങ്ങോട്ട് നിൽക്കും. ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി കഴിക്കാം. പക്ഷെ പണ്ടത്തെ അത്ര എനിക്കിപ്പോ കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോ ഒരു ബിരിയാണി അല്ലെങ്കിൽ 1.5 മാക്സിമം ഇപ്പൊ 1 പറ്റുന്നുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത് കേട്ടോ. ബാംഗ്ലൂരിൽ നല്ല ബിരിയാണി കിട്ടുന്ന ഒരു കിടലൻ സ്പോട്ടുണ്ട്, നന്ദന പാലസ്, ആന്ധ്ര സ്റ്റൈൽ റെസ്റ്റോറൻ്റ് ആട്ടോ. നമ്മുടെ ബാംഗ്ലൂർ ഹെബാലിനടുത്ത് സഹകർ നഗറിലാണ് ഈ ഒരു ഫുഡ് സ്പോട്ട് ഉള്ളത്. ഇവിടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിക്കാനാണ് വന്നത്. ഈ ഒരു നന്ദന പാലസ് റെസ്റ്റോറൻറ്റ് ഭയങ്കര ഫേമസ് ആണ്. ആന്ധ്രയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. നല്ല ക്ലീൻ ആംബിയൻസ്, ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ലെജൻഡറി ബിരിയാണി. ബാംഗ്ലൂർ ഫുഡ് ലവേഴ്സിന് പറ്റിയ ഒരു ടോപ്പ് ചോയ്സ് സ്ഥലമാണ് ഈ ഒരു ഫുഡ് സ്പോട്ട്. ഇവിടുത്തെ മെനു കാർഡിൽ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് കണ്ടു. പക്ഷേ ഇന്നത്തെ ഹീറോ ഡിഷ് ചിക്കൻ ബിരിയാണി തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് ഞങ്ങൾ ചിക്കൻ കബാബ് അതുപോലെ തന്നെ ഇവിടുത്തെ നാടൻ ചിക്കൻ കറി ഓർഡർ ചെയ്തിരുന്നു. രണ്ടും സൂപ്പർ ടേസ്റ്റിനായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പൈസി ഫുഡായിരിക്കും, കാരണം ആന്ധ്ര സ്റ്റൈൽ ആയതുകൊണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടുത്തെ എത്തി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയായിരുന്നു, ശരിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അതിനുശേഷം ബസുമതി റൈസിലുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് കിട്ടി, ലോലിപോപ്പ് ചിക്കൻ ബിരിയാണി. അതും അടിപൊളി തന്നെയായിരുന്നു. ബിരിയാണി കഴിച്ചത് മതിയാതെ ഞങ്ങൾ വീണ്ടും ബോൺലെസ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സോ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഫുഡ് സ്പോട്ടാണ് ഈ ഒരു ഫുഡ് സ്പോട്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾ ലാസ്റ്റ് കുക്കുംബർ ജ്യൂസും കുടിച്ചു. ഒരു രക്ഷയില്ല, അന്യായ ടേസ്റ്റ് തന്നെയായിരുന്നു. സോ ഗായ്സ്, നിങ്ങൾ ബാംഗ്ലൂർ ഹെബാലിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫുഡ് സ്പോട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. സോ ഗായ്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റായിട്ട് ഇവിടുത്തെ ഒരു സ്വീറ്റ് ബീഡയും കൂടി കഴിച്ചു. എല്ലാം പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. സോ ഫ്രണ്ട്സ്, എല്ലാവരും ഈ ഒരു ഫുഡ് സ്പോട്ടിൽ വന്നിട്ട് ഇവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. സോ ഗായ്സ്, ബൈ ബൈ, സീ യു സൂൺ ഫ്രം ഇസ്മി ഷിജി.